വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോ ഞങ്ങള് ഇന്നലെ രാത്രി ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി. രാവിലത്തെ പ്ലാൻ എന്തെന്ന് വെച്ചാല് അവിടെ അടുത്തൊരു ആമ്പൽക്കുളം ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടിട്ട് ഏതെന്റെ ഫ്രണ്ടിന്റെ സ്ഥലം പെരുമ്പാവൂര്, അങ്ങോട്ടേക്ക് പോവാന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച് റെഡിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എല്ലാരും. അപ്പോ ഇളയ കുഞ്ഞിനെ കൂട്ടാതെയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോ എന്റെ ഫ്രണ്ട് മറ്റന്നാൾ 25th മോർണിംഗ് തിരിച്ച് കുവൈറ്റിലേക്ക് പോവുകയാണ്. അപ്പൊ അവര് ഞങ്ങളെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ കുഞ്ഞ് കാണാതെയാണ് ഇറങ്ങിയത്, പക്ഷെ കുഞ്ഞിന്റെ കണ്ണിൽ പെട്ടു. അപ്പൊ കുഞ്ഞ് കരച്ചിലും ബഹളമൊക്കെ ആയി. അത് കാരണം ഞങ്ങള് ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ നേരെ പെരുമ്പാവൂര് പോവാനായിട്ട് തിരിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വഴി ചോദിച്ചു പോവുകയാണ്. മാപ്പിടാതെ പച്ച ബോർഡും പിന്നെ ആൾക്കാരുടെ അടുത്ത് വഴി ചോദിച്ചുമാണ് കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടത് പാണിയേലി പോരിലേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്. അവിടെയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം വന്നത്. വന്നിട്ട് അവിടുത്തെ ചേട്ടന്റെ അപ്പച്ചനും അതുപോലെ സഹോദരന്റെ മകളെയും കൂട്ടി ഞങ്ങൾ നേരെ പാണിയേലി പോരിലേക്ക് വന്നു കേട്ടോ. അപ്പൊ അവര് ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ 12:30 മണി ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും സാരമില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ല കള്ളപ്പവും പിന്നെന്തായിരുന്നു ബീഫ് റോസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പം ഇവിടെ എന്താണ് കാണാനുള്ളത്, ഇവിടുത്തെ സംഭവങ്ങൾ എന്താണ് എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. ഏട്ടൻ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. നട്ടുച്ച സമയമാണെങ്കിൽ കൂടിയും ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചെറിയ തണുത്ത കാറ്റും, വെയിലാണെങ്കിൽ കൂടിയും ആ ഒരു ചെറിയ തണുത്ത കാറ്റ് ഭയങ്കര ആശ്വാസം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ വലത് സൈഡിലായിട്ട് മൊത്തം കാടും ഇടത് സൈഡിലായിട്ട് പുഴയും, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എന്താ പറയാ, കുറെ നടക്കാനുണ്ടായിരുന്നു. കുറച്ച് നടന്ന് അങ്ങ് എത്തിയതിനു ശേഷമാണ് ഞങ്ങൾ കറക്റ്റ് ആൾക്കാരൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ആ പുഴയുടെ ആ ഒരു ലൊക്കേഷനിൽ എത്തിയത് കേട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും വളരെ സേഫ് ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ വളരെ ഉത്സാഹിച്ച് ഓടിച്ചാടി പോവുകയാണ് കേട്ടോ. അവരുടെയൊക്കെ ഉദ്ദേശം വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിയിലായിട്ട് തന്നെ വളരെ സൈഡിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഉത്സാഹം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പക്ഷെ ഈ ഉത്സാഹത്തിന്റെ പകുതിയുടെ പകുതി പോലും തിരിച്ചു വന്നപ്പോ ഇല്ലായിരുന്നു കേട്ടോ. മുമ്പേ ഓടിപ്പോയ പിള്ളേരൊക്കെ ഒരു സ്ഥലത്ത് തളർന്നിരിപ്പോയി. അവരുടെ പാരന്റ്സ് ഒക്കെ പുറകെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഈ ടിക്കറ്റ് എടുത്ത് ഞങ്ങള് എക്സാം ലൊക്കേഷൻ എത്തുന്നത് വരെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയില്ലേ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതേ കുറെ ചേച്ചിമാര് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം കറക്റ്റ് സ്ഥലത്തെത്തി. ഇവിടെയാണ് കേട്ടോ എല്ലാരും പുഴയിൽ ഇറങ്ങാനായിട്ട് വരുന്നത്. വേറൊരു സ്ഥലത്ത് ഇറങ്ങുന്ന കണ്ടില്ല കേട്ടോ. ആ ഒരു പാലം കിടന്ന് അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ ഇതുപോലെ നിറയെ പാറക്കെട്ടുകളാണ് കേട്ടോ. ഇപ്പം വെള്ളം കുറവായത് കൊണ്ടാണ് ഇതുപോലെ നിറയെ പാറക്കെട്ടുകൾ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റുന്നത്. അതിന്റെ മുകളിൽ കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ ചാടി ഓടി നടക്കാൻ പറ്റും. എന്നാൽ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്തൊക്കെ ചെറിയ വെള്ളങ്ങളൊക്കെ, ചെറിയ വെള്ളങ്ങൾ എന്നല്ലേ, ചെറിയ ഇങ്ങനെ ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സോ അങ്ങോട്ടേക്ക് ആർക്കും അങ്ങനെ പോകാനുള്ള പെർമിഷൻ ഇല്ല.
ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടം. സോ ഈ ഒരു ഭാഗത്ത് വെള്ളം കുറവാണെങ്കിൽ കൂടിയും കുറച്ച് ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ആ ഒരു ഭാഗത്തേക്ക് ആർക്കും പോകാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വലിയ കയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ അവിടെ അപകടം നിറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന കുഴികളാണ് കേട്ടോ. അപ്പൊ ഈ കുഴികൾക്കൊക്കെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. കാണുമ്പോൾ ചെറിയ ചെറിയ കുഴികളായിട്ട് തോന്നും, പക്ഷെ ആഴമുള്ളതാണ്. ഇതിലൊക്കെ വീണ് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ ഷെഡുകൾ കെട്ടിയിട്ട് കുറെ സെക്യൂരിറ്റി അങ്കിളുമാർ ഇരിപ്പുണ്ട് കേട്ടോ. സോ അവരാണ് പറഞ്ഞു തന്നത് ഈ കുഴികളിലൊക്കെ വീണിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 100-നടുത്ത് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കാരണം കുഴികൾ വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാനായിട്ട് പറ്റത്തില്ല. അവരുടെ ബോഡി പിന്നെ പുഴയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഒരു കുഴിയിൽ ഈ ഒരു കല്ലെന്ന് പറയുന്നത് വെള്ളം ഒരുപാട് വരുമ്പോൾ ഈ കല്ല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ കുഴികൾക്കും ഓരോ സ്പെഷ്യൽ നെയിമും അതുപോലെ ഓരോ പ്രത്യേകതകളും ഉണ്ട് കേട്ടോ. കണ്ണാടിയുടെ ഷേപ്പിലുള്ള കുഴിനെ കണ്ണാടി കുഴി, അങ്ങനെയൊക്കെ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ മറന്നുപോയി. അപ്പൊ ഈ ഒരു കുഴിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുഴിയുടെ സൈഡിലായിട്ട് ഒരു തുരങ്കം പോലെയുണ്ട്. അത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു കുഴിയുടെ കഥകൾ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ അതിന്റെ അടുത്ത് നിന്നൊന്ന് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പേടിയായിരുന്നു കേട്ടോ. കുറച്ച് പേടിയോട് കൂടി തന്നെയാണ് നിന്ന് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. പിന്നെ അടുത്തേക്ക് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ്. ഇത്ര ഉണക്കായിട്ട് പോലും ആ കുഴികളിലെല്ലാം നിറച്ച് വെള്ളമുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കട എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളമുള്ളപ്പേ ഇതിൽ ഈ വീട് ഒരു ദിവസം നമുക്ക് കയറി പറയാൻ പറ്റില്ല. അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. ഇനി തൊട്ട് പാണിയേലി പോരിലേക്ക് പോകുന്നവരുടെ ഒക്കെ ശ്രദ്ധയ്ക്ക് അവിടെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് അപകടങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഉണക്ക സമയത്ത് പോയാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നല്ല തെളിഞ്ഞ് കാണാൻ പറ്റും. കാരണം വെള്ളം കുറവാണല്ലോ. പക്ഷെ മഴയൊക്കെ ആയി പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സമയത്തൊക്കെ പോകുന്നവർ, പ്രത്യേകിച്ച് ബോയ്സ് കേട്ടോ, അപ്പൊ പോകുന്നവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള അപകടം പിടിച്ച ഒരുപാട് കുഴികൾ അവിടെയുണ്ട്. അവിടെയൊന്നും അകപ്പെടാതെ സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങള് പാണിയേലി പോരി പോയി എല്ലാം കണ്ട് ആസ്വദിച്ചു. പുഴയിൽ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. ഏട്ടന്റെ ഫ്രണ്ടിന്റെ അപ്പച്ചൻ പറഞ്ഞു ഇവിടുന്ന് മാറി വേറൊരു പുഴയുണ്ട്, അവിടെ ആകുമ്പോൾ തിരക്കൊക്കെ കുറവാണ്, അപ്പൊ നമുക്ക് അവിടെ വൈകുന്നേരം പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങാനായിട്ട് നിന്നില്ല. പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയ